ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ രാം കെ നാം ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുമെന്ന് ജെയ്സി തോമസ്. ഇന്നലെ KR നാരായൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്താനിരുന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനം BJP പ്രവർത്തകർ തടഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ജെയ്ക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തടയാൻ ചുണയുള്ള സംഘപ്രചാരകർക്ക് സ്വാഗതമെന്നും ജെയ്ക്ക് ഫേസ്ബുക്കിൽ കുറിച്ചു. ഷിനോജ് ജസ്റ്റിയാണ് വിവരങ്ങളുമായി. ഷിനോജ്, ഈ രാം കെ നാം ഡോക്യുമെന്ററിയുടെ ഉള്ളടക്കം എന്താണ്? ഏത് തരത്തിലാണ് ഒരു രാഷ്ട്രീയ ചർച്ചയും പോർവിളിയുമായി അത് മാറുന്നത്? ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ രാം കെ നാം ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുമെന്ന് ജെയ്സി തോമസ് പറയുന്നു. ഇന്നലെ KR നാരായൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്താനെന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനം BJP പ്രവർത്തകർ തടഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ജെയ്ക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. തടയാൻ ചുണയുള്ള സംഘപ്രചാരകർക്ക് സ്വാഗതമെന്നാണ് ജെയ്ക്ക് ഈ ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. ഷിനോജ്, കേൾക്കാമെങ്കിൽ ഏത് തരത്തിലാണ് ഒരു പോർവിളിയായി മാറുന്നത് ഈ ഡോക്യുമെന്ററി പ്രദർശനം? രതീഷ, ഇന്നലെ വൈകിട്ട് 7 മണിയോട് കൂടിയാണ് ഈ കോട്ടയം പള്ളിക്കത്തോട് പ്രവർത്തിക്കുന്ന KR നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളെല്ലാം ചേർന്നുകൊണ്ട് രാം കെ നാം ഡോക്യുമെന്ററിയുടെ പ്രദർശനം സംഘടിപ്പിച്ചത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗേറ്റിന് പുറത്ത് വച്ചായിരുന്നു പ്രദർശനം സംഘടിപ്പിച്ചത്. എന്നാൽ പ്രാദേശികമായുള്ള BJP പ്രവർത്തകരെല്ലാം ഒത്തുകൂടി ഈ പ്രദർശനം തടയുകയായിരുന്നു. ഇതിന് പിന്നാലെ പള്ളിക്കത്തോട് പോലീസും സ്ഥലത്തെത്തി. ഇതിന് പിന്നാലെ ഈ പ്രദർശനം തടയുകയും പിന്നാലെ വിദ്യാർത്ഥികളെല്ലാം കൂടി ചേർന്ന് കോളേജിനകത്ത് തന്നെ പ്രദർശനം സംഘടിപ്പിക്കുകയുമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കോളേജിന് പുറത്ത്, അതായത് ഇന്നലെ പ്രദർശനം തടങ്ങിയ സ്ഥലത്ത് വെച്ച് തന്നെ പ്രദർശനം ഇന്ന് വൈകിട്ടോടുകൂടി പ്രദർശനം നടത്തുമെന്ന പോർവിളിയുമായി ഡിവൈഎഫ്ഐ രംഗത്തെത്തിയിരിക്കുന്നത്. കോട്ടയത്തെ പ്രധാന ഡിവൈഎഫ്ഐ നേതാക്കളിൽ ഒരാളായ ജെയ്ക്ക് തന്നെ ഈ കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്, ഈ സ്ഥലവും അറിയിപ്പും പറഞ്ഞ സ്ഥിതിക്ക് ഇനി തടയാൻ ചുണയുള്ള സംഘപ്രചാരകർക്ക് സ്വാഗതമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ജെയ്ക്ക് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടി പ്രദർശനം സംഘടിപ്പിക്കുമെന്നാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അങ്ങനെ വന്നാൽ ഇന്ന് വൈകിട്ടുള്ള സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പള്ളിക്കത്തോട് പോലീസ് കൂടുതൽ പോലീസിനൊക്കെ അവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുറത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ശരി, ഈ ഡോക്യുമെന്ററി പ്രദർശനത്തിന്റെ പേരിലാണ് പരസ്പരം പോർവിളി. ഷിനോജ് ജസ്റ്റിയാണ് വിവരങ്ങൾ കോട്ടയത്ത് നൽകിയത്.